ഐക്യം തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷീല, ഇതെൻ്റെ മകൾ കൃഷ്ണപ്രിയ. ഞങ്ങൾ വൈക്കത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ 17/11/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്ക് 25 വർഷമായിട്ട് വഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ വഴിക്ക് വേണ്ടി കുറേ പരിശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം വഴിയുടെ ചർച്ചകളൊക്കെ തുടങ്ങിയെങ്കിലും 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അത്രയും എമൗണ്ട് എടുക്കാനുണ്ടായിരുന്നില്ല. അപ്പം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുമോ, ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ടുണ്ടായിരുന്നു. കാരണം ഒരു റവന്യൂ റിക്കവറിയുടെ കാര്യം കിടന്നിരുന്നത് കൊണ്ട് അത് സംശയം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. അപ്പം ഞാനിങ്ങനെ അതിനുവേണ്ടി അപേക്ഷിച്ചിട്ട് വൈകുന്നേരം 4-ാം ദിവസം സന്ധ്യയ്ക്ക് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേൻ പെട്ടെന്ന് അമ്മയുടെ കൃപാസന മാതാവും പിന്നെ ഈശോയും പിന്നെ ആരോ ഒരാളും കൂടി ഇങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദർശനം പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സിലേക്ക് ഒരു ആനന്ദം ഇങ്ങനെ ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ഞാൻ മൊബൈലെടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ആയി എന്നുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ലോൺ കിട്ടുകയും വഴിയുടെ കാര്യം സാധിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ മകന് 3 വർഷത്തോളമായി വിശ്വാസത്തിലല്ലായിരുന്നു. കുഞ്ഞുനാളിലെ കൊച്ചായിരുന്നപ്പോൾ ഒത്തിരി ഈശോയിൽ വിശ്വസിക്കുകയും കൊന്തയിടുകയും കുരിശിൻ്റെ വഴിയൊക്കെ കണ്ട് കരയുകയും ചെയ്യുകയും ക്രിസ്മസൊക്കെ വരുമ്പോൾ ഒത്തിരി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതാണ്. അവൻ പെട്ടെന്ന് കോളേജിലെത്തിയപ്പോഴേക്കും ഒരു പുസ്തകം വായിച്ച് നിരീശ്വരത്തിലേക്ക് പതിയെ മാറാനിടയായി. ഒരു ദിവസം എൻ്റെ അടുത്ത് വഴക്കിട്ട് എന്നിട്ട് പറഞ്ഞു, കൃപാസന മാതാവ് എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ വിശ്വസിക്കാമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അവന് അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി അമ്മയോട് പ്രാർത്ഥിച്ചു. അപ്പം ഇവനിപ്പം എബ്രോഡ് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണമായിരുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഹലോ വെരിഫിക്കേഷനും ഇത് രണ്ടും കിട്ടാതെ വന്നപ്പോൾ ഞാനും മോളും പറഞ്ഞു, നീ വിശ്വാസത്തിലല്ല, നീ ദൈവത്തിലല്ല, അതുകൊണ്ട് നിൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, എല്ലാവർക്കും കിട്ടും, നീ ഇങ്ങനെ ദൈവത്തിന് നിന്ന് അകന്ന് നിന്നിട്ടാണ് കാര്യങ്ങളൊന്നും നടക്കാത്തതെന്ന് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് അവനെ കൊണ്ട് ഇടിയിച്ചു. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനിങ്ങനെ എഴുതി, ഹലോ വെരിഫിക്കേഷനും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് തന്നെ കിട്ടണം, ഹലോ വെരിഫിക്കേഷനും ഇന്ന് തന്നെ കിട്ടണമെന്ന് എഴുതി. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഹലോ വെരിഫിക്കേഷൻ ഇന്ന് തന്നെ വേണമെന്ന് വേണ്ട, എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് എഴുതണം, അല്ലെങ്കിൽ അമ്മയെ പരീക്ഷിക്കുന്നത് പോലെയാകും എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുകയും ഞാനും കൂടെ പോയി ബാങ്കിൽ പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ തന്നെ അന്ന് തന്നെ കിട്ടി. സന്ധ്യ 8 മണി ആയപ്പോഴത്തേനും ഹലോ വെരിഫിക്കേഷനും വന്നു. അപ്പോൾ പെട്ടെന്ന് ആളിന് വിശ്വാസമായി, വളരെയധികം വിശ്വാസമായി. തകർന്നു പോയായിരുന്നു ആൾ, കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച്, വിസ കിട്ടുകയല്ലോ അതുകൊണ്ട്. പിന്നെ ഇവിടെ വന്ന് ഇപ്പോൾ ആൾ ലാറ്റ്വേക്ക് പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിലാണ്. പിന്നെ എൻ്റെ മോള് ബാക്കി പറയും. ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈശോയിലും മാതാവിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ കൊന്ത ചൊല്ലും ബൈബിൾ വായിക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ എൻ്റെ അടുത്ത് കൃപാസനത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് അന്ന് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. പക്ഷേ എന്നിട്ടും അമ്മ എന്നെ പറഞ്ഞ് നിർബന്ധിച്ച് 2021 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. പക്ഷേ എന്നാലും ആദ്യത്തെ ഒരു മാസമൊക്കെ വിശ്വസിച്ച് എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞിട്ട് വലിയ കാര്യമായിട്ടൊന്നും പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല. പത്രം കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓൾറെഡി PG കഴിഞ്ഞതാണ്. ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ന്യൂറൽ ആൻഡ് കോഗ്നിറ്റീവ് സയൻസിൽ PG കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് 3 തവണ നെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് എപ്പോഴും 2ഓ 3ഓ മാർക്കിനൊക്കെ ഞാൻ എപ്പോഴും എനിക്കത് കിട്ടാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം ഒരു ജോലിക്ക് കയറി. വെറുതെ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇയർ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു ജോലിക്ക് കയറി. പക്ഷേ അപ്പോഴും ഞാൻ പഠിച്ച ഫീൽഡിലുള്ള ജോലിയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റഡി പെർസ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ PG ചെയ്തപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന കോഗ്നിറ്റീവ് സയൻസിലായിരുന്നു. പക്ഷേ എനിക്ക് ആ ബ്രാഞ്ച് ഒന്ന് മാറണം എന്നുണ്ടായിരുന്നു. എനിക്ക് അതിൽ ഡിസർട്ടേഷനൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു താല്പര്യം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ന്യൂറോ സയൻസ് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പോ അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ടോ ഒക്കെ വർക്ക് ചെയ്തിട്ട് അങ്ങനെ PhD ത്രൂ അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴും ഞാൻ കൊറോണ ബാച്ച് ആയിരുന്നത് കൊണ്ട് എനിക്ക് വെറ്റ് ലാബ് എക്സ്പീരിയൻസ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ക്രെഡിറ്റും കുറവായിരുന്നു. അപ്പോൾ എനിക്ക് എവിടെ ഇൻറ്റേൺഷിപ്പ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ എന്തായാലും ന്യൂറോ സയൻസ് സ്പെഷ്യലൈസ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ അത് മാത്രം ഒരു PG ആയിട്ട് നോക്കാം, അതും എബ്രോഡ് എവിടെയെങ്കിലും നോക്കാം. അവിടെ ആകുമ്പോൾ അവിടുത്തെ ലാബ് ഫെസിലിറ്റീസൊക്കെ കുറേ കൂടി നല്ലതാണ്, കുറേ കൂടിയൊക്കെ നമുക്ക് എക്സ്പോഷർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പോട് കൂടിയും
യൂണിവേഴ്സിറ്റിക്കൊക്കെ അപ്ലൈ ചെയ്തൊക്കെ തുടങ്ങി. പക്ഷേ എനിക്കപ്പോൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് IELTS ആയിരുന്നു. IELTS എനിക്ക് ആ സമയത്ത് ഞാൻ ഉടമ്പടിയെല്ലാം തെറ്റിച്ച് നിൽക്കുന്ന സമയമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് വർക്കുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ പോയിട്ട് കോച്ചിങ്ങിന് അങ്ങനെയൊന്നും പോകാനും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു 7 above സ്കോർ കിട്ടുകയാണെങ്കിൽ അമ്മ പറയുന്ന പോലെ ഞാൻ പത്രമൊക്കെ കൊടുത്ത് വിശ്വസിക്കാനൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ IELTSന് എക്സാമിന് പോയി. എക്സാമിന് സ്പീക്കിംഗ് ടെസ്റ്റിനൊക്കെ പോയപ്പോഴും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറിയത്. അങ്ങനെ അവസാന റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 7.5 ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്രമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ അങ്ങനെ പ്രവർത്തനം അധികം ഉണ്ടായിരുന്നില്ല. കൊന്ത ചൊല്ലാനൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ചൊല്ലണം എന്നൊക്കെ വിചാരിച്ചെടുത്ത് കയ്യിൽ എടുക്കും, എന്നിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഈ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫ്രണ്ട് ഞാനുമായിട്ട് വഴക്കായിട്ട് എന്നെ പിന്നെ ഒരു ഹെൽപ്പും ചെയ്യാതെയായി. അപ്പോൾ എനിക്ക് ആകെ പെട്ടെന്ന്, അപ്പോൾ ആൾ ജർമ്മനിയിലുണ്ടായിരുന്ന ആളാണ്, ഞാൻ ജർമ്മനി പോകാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു കാര്യവും അറിയില്ല. പുള്ളിയുടെ ഹെൽപ്പോടു കൂടിയായിരുന്നു പകുതി കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷെ വഴക്കിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം, ഞാൻ ഏജൻസി ത്രൂ അല്ല ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ഈ പകുതി വെച്ചിട്ട് ഏജൻസിക്ക് കൊടുക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എടുക്കില്ല, എന്തായാലും ഓഫർ വന്ന സ്ഥിതിക്ക് എടുക്കില്ല, പകുതി വെച്ച് അവർ ചെയ്തു തരില്ല എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആകെ സങ്കടത്തിലായി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ വെച്ച നിയോഗങ്ങളായിരുന്നു, എനിക്ക് ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം വേഗം ക്ലിയർ ചെയ്യാൻ പറ്റണം. ഇത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ആൾക്കാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നത്, അവർ തന്നെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കൈ കിട്ടിയിരുന്നാൽ മതിയായിരുന്നു. എല്ലാം 1 by 1 ആയിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയോ നടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ലോണിന് അപ്ലൈ ചെയ്യണമായിരുന്നു, ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണമായിരുന്നു. അപ്പോൾ അനിയനും ഞാനും ഒരുമിച്ച് ഒരേ സമയത്ത് പോകുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ ഒരേ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ലോൺ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് 11 ലക്ഷം വേണം ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കാൻ, പക്ഷേ 4 ലക്ഷം രൂപയെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആകെ സങ്കടമായി. കാരണം ബാക്കി അവനും പോയിട്ട് ഒരു അത്യാവശ്യം ഫണ്ട് റേസ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇനി ഇത്രയും ഫണ്ട് റേസ് ചെയ്യാൻ എന്തായാലും ഫാമിലിയിലില്ല. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴും അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഓഫർ വേണ്ടാന്ന് വെക്കേണ്ടി വരുമായിരിക്കും, നീ ജോബ് റിസൈൻ ചെയ്യേണ്ട, അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമായിരിക്കും എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ റൂമിൽ വന്നിരുന്ന് കരഞ്ഞ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു, അമ്മ നീ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേറെ ആരും ഇല്ല ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ, എങ്ങനെ നോക്കിയാലും ഫണ്ട് റെഡി ആവില്ല. അങ്ങനെ പറഞ്ഞ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഒരു 10 മിനിറ്റ് ശേഷം ബാങ്കിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ് 4 ലക്ഷം തരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ 9 ലക്ഷം രൂപ തരാമെന്നാക്കി, ബാക്കി നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതുപോലെ പിന്നെ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി വിസയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് October 22 ആണ്. പക്ഷേ എൻ്റെ കോഴ്സ് പ്രകാരം എനിക്ക് October 9 അവിടെ സകല ഡോക്യുമെൻറ്റ്സും വെക്കണം. അന്ന് വെക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ അഡ്മിഷൻ ഡിഫറായി പോവും എന്നുള്ള രീതിക്കാണ് ഓഫർ ലെറ്ററിൽ എഴുതിയിരുന്നത്. അപ്പോൾ അതെന്തായാലും എനിക്ക് പറ്റില്ല, കാരണം October 22 അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ September 8 അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ട് അല്ലാതിരുന്ന് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഡേറ്റ് എക്സ്റ്റെൻഡ് ആക്കി തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ September 10 ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഡേറ്റ് എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്, November 25 ഡോക്യുമെൻറ്റ്സ് വെച്ചാൽ മതിയെന്ന്. അപ്പോഴും എനിക്ക് October 22 വിസ ഡേറ്റ്, November 25 അവിടെ എത്തണം. അപ്പോൾ ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് പെട്ടെന്ന് കിട്ടിയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ അഖണ്ഡ ജപമാല റാലിയുടെ ടൈമിൽ ഓൺലൈനായിട്ട് അതിലും ഇരുന്ന് പ്രാർത്ഥിച്ചു എത്രയും വേഗം വിസ വരണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് 6 ദിവസം കൊണ്ട് വിസ വന്നു. October 22 വെച്ചു, October 26 വിസ വന്നു. ഞാനിപ്പോൾ 18 പോകാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിരിക്കുകയാണ്. ഇത്രയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ജീവനിലയം എന്ന് പറയുന്ന ഒരു സൈക്കോ സോഷ്യൽ റിഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ഈ വഴി കൂടിയൊക്കെ നടക്കുന്ന അപ്പാപ്പന്മാരെ ഗവൺമെൻറ് അതോറിറ്റി ഓഫീഷ്യൽസ് കൊണ്ടുപോയി ആക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു 10-30 അന്തേവാസികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ അപ്പച്ചന്മാരുടെ അടുത്ത് പോയിരുന്നിട്ട് സംസാരിക്കും, അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും, അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കും, എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിക്കൊടുക്കും. പിന്നെ അതുപോലെ കുറേ ഓൺലൈൻ ചാരിറ്റബിൾ ട്രസ്റ്റുകളിലോട്ട് ഓൺലൈനായിട്ട് ഞങ്ങൾ കാശ് അയച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ മുമ്പിൽ വരുന്ന ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്രം വിതരണം ചെയ്യാറുണ്ട്. ഓട്ടോ സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റാൻഡുകളിലും വീടുകളിൽ കയറി ഇറങ്ങി കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ചെയ്യാറ്. സങ്കീർത്തനം 101 6 തിരുവചനം അരുളി ചെയ്യുന്നു, ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും, അവർ എന്നോടൊത്ത് വസിക്കും, നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. എങ്ങനെയാണ്
കർത്താവിൻ്റെ കൈകൾ എല്ലാവരിലേക്കും വ്യാപിപ്പിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ഓരോ മക്കളും ഓരോ കുടുംബവും അവരുടെ ജീവിതത്തിൽ കർത്താവിനെ പ്രതി ഒത്തിരിയേറെ കാര്യങ്ങൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ ഈശോ എങ്ങനെ കുടുംബത്തെ മൊത്തം, അതുപോലെ അവർക്ക് കിട്ടാത്ത പല കാര്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് എങ്ങനെയാണ് തൻ്റെ സ്നേഹത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുന്നത് എന്നുള്ളതാണ് ഓരോ അനുഭവങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുക. ഇവിടെ ഷീല എന്ന അമ്മയും കൃഷ്ണപ്രിയ എന്ന മകളും രണ്ടുപേരും ഉടമ്പടി ജീവിതം നയിക്കുന്നവരാണ്. തൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഒക്കെ കണ്ടാണ് ഈ മകളും വളർന്നു വന്നിരുന്നത്. എന്നാൽ തൻ്റെ ജോലിക്കൊക്കെ പ്രാധാന്യം കൊടുത്തു ആ ഒരു ചെറുപ്പം മുതൽ കൊന്ത പ്രാർത്ഥിക്കുമെന്നും അതുപോലെ പ്രാർത്ഥനയോടൊക്കെ താല്പര്യമുണ്ടായിരുന്ന ഒരു മകളാണെന്നുമൊക്കെ ആ മകൾ തന്നെ പറഞ്ഞു. ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്പം വ്യതിചലിച്ചു പോകുന്നു. എന്നാൽ വീണ്ടും തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഈ മകൾ മനസ്സിലാക്കുകയാണ്, ഇനി എനിക്ക് പരിശുദ്ധ അമ്മയും അമ്മയുടെ മാധ്യസ്ഥമല്ലാതെ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന്. അങ്ങനെ എങ്ങനെയാണ് തൻ്റെ സ്റ്റഡിയുടെ കാര്യം, അതായത് PG ന്യൂറോ സയൻസിൽ PG എടുക്കുന്നതിന് ഈ മകൾ മുമ്പോട്ട് പോകുമ്പോഴാണ് പല തടസ്സങ്ങൾ വരുന്നത്. പിന്നീട് അതൊക്കെ എങ്ങനെയാണ് ആ തടസ്സങ്ങളിലൂടെ കൃപകൾ വർഷിക്കപ്പെടുക എന്നുള്ളതാണ്. താൻ തന്നെ പലതിനും മുൻകൈ എടുക്കുന്നു. ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റൊക്കെ ഇടുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ 4 ലക്ഷം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് 9 ലക്ഷം ലോണൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളിലേക്ക് മാറുന്നു. അതുപോലെ തനിക്ക് എത്രയും പെട്ടെന്ന് തനിക്ക് എങ്ങനെയാണ് തൻ്റെ ഓരോ കാര്യങ്ങളും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡേറ്റിൻ്റെ അതേ ഡേറ്റിൽ തന്നെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുവാനും പിന്നീട് തനിക്ക് വിസ പ്രോസസ്സിങ് ഇങ്ങനെ ഓരോ കാര്യങ്ങളുമൊക്കെ ക്ലിയർ ആകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. 4 ദിവസം കൊണ്ടാണ് ഈ മകൾക്ക് വിസ കിട്ടുന്നത്. അപ്പോഴിതൊന്നും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിട്ട് ഈ മകൾ ഈ കുടുംബത്തിന് തന്നെ മനസ്സിലാകുന്നു. അതുപോലെ 25 വർഷമായിട്ട് അവർക്ക് വഴിയില്ല. ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതുവരെയും ചോദിച്ചിരുന്നതാണ് പലരോടും. എന്നാൽ അതിനൊക്കെ ആ അടഞ്ഞ വഴികൾ തുറക്കുന്നതാണ് നമുക്ക് കാണുക. അമ്മയും മകളും അതുപോലെ മകനും വിശ്വാസത്തിലേക്കൊക്കെ എങ്ങനെ വരുന്നു. ഇതൊക്കെ നമ്മോട് പറയുന്നത് വർഷങ്ങളായിട്ട് കർത്താവിനെ അറിഞ്ഞ ഒരു കുടുംബമല്ല. ഇവരൊക്കെ ഈശോയെ അറിഞ്ഞപ്പോൾ മുതൽ ഈശോയെ ഹൃദയത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ്, അധരം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയവരല്ല. ഹൃദയത്തിൽ ഈശോയെ സ്നേഹിച്ച് ഈശോയെ എന്ന് വിളിച്ച് നടക്കുന്നവരാണ്. അപ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവർക്ക് ടൈം ഷോർട്ടനിങ്ങും ഭാരലഘുത്വവും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവപ്പെടുന്ന അനുഭവങ്ങളായിട്ട് ഈശോ അവരുടെ കൂടെ കടന്നു വരുന്നത്. ഇന്ന് തങ്ങളുടെ കുടുംബം മുഴുവനും എങ്ങനെയാണ് കൊന്തയൊക്കെ പ്രാർത്ഥിച്ച് ബൈബിള് പഠിച്ച് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു തീഷ്ണത, ദൈവസ്നേഹം, അതൊക്കെ നമുക്ക് ഇവരുടെ സംസാരത്തിൽ തന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. അങ്ങനെ ഇന്ന് ഈ തിരുവൾത്താരയിൽ ഈശോയെ ഈ കുടുംബം മഹത്വപ്പെടുത്തുമ്പോൾ മുൻപോട്ടും ഇവർക്ക് കൂടുതലായി കൃപകൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.